നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ദിലീപ് എന്ന നടനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ കേസാണ് നടിയെ ആക്രമിച്ച കേസ്. നിലവിൽ കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. നടിയെ തട്ടിക്കൊണ്ടുപോയി ദൃശ്യങ്ങൾ പകർത്താൻ 1ാം പ്രതിയായ പൾസർ സുനിക്ക് ദിലീപ് കൊട്ടേഷൻ നൽകി എന്നതായിരുന്നു കേസ്. കേസിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 85 ദിവസത്തോളമാണ് അന്ന് റിമാൻഡിൽ കഴിയേണ്ടി വന്നത്. ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയതിനു പിന്നാലെ കേസിലെ നിരവധി സാക്ഷികൾ മൊഴിമാറ്റിയിരുന്നു. ഇതിന് പിന്നിൽ ദിലീപ് ആണെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് പറഞ്ഞത്. ചില സുപ്രധാന തെളിവുകളും അന്വേഷണ സംഘം കോടതി മുമ്പാകെ ഹാജരാക്കിയിരുന്നു. അതിന് പിന്നാലെ പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ ക്രൈംബ്രാഞ്ച് അപ്പീലും നൽകിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ദിലീപിനെതിരെയുള്ള നിർണായകമായിട്ടുള്ള മറ്റൊരു മൊഴിയാണ് പുറത്തു വരുന്നത്. പ്രശസ്ത കൺസെപ്റ്റ് ഫോട്ടോഗ്രാഫറായ തിരുവനന്തപുരം സ്വദേശി അരുൺ രാജ് ആർ നായരുടേതാണ് ആ വെളിപ്പെടുത്തൽ. പലരും തുറന്നു പറയാൻ മടിക്കുന്ന വിഷയങ്ങളാണ് അരുൺ തന്റെ ചിത്രങ്ങളിലൂടെ തുറന്നു കാട്ടുന്നത്. നടിയെ ആക്രമിച്ച സംഭവം അടക്കം നിരവധി സമകാലിക വിഷയങ്ങൾ അരുൺ ചിത്രങ്ങളാക്കിയിരുന്നു. അതിൽ മിക്കതും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇത്തരം സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് അരുൺ. ഞാൻ ദിലീപിന്റെ കേസ് കൺസെപ്റ്റായി എടുത്തിട്ടുണ്ട്. ദിലീപ് എന്ന് പേരെടുത്ത് തന്നെ പറയും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പേര് വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചിരുന്നവരിൽ ഒരാളായിരുന്നു ഞാൻ. നടിക്ക് നീതി കിട്ടില്ലെന്ന് എഴുതി വെച്ചുകൊണ്ടാണ് ഞാൻ കൺസെപ്റ്റ് ചെയ്തത്. അയാളുടെ കയ്യിൽ കാശുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. നിയമം സ്ട്രോങ് ആയതുകൊണ്ടല്ല. ഞാനിത് പറഞ്ഞ കൈ ഉണ്ടെങ്കിലല്ലേ ഫോട്ടോ എടുക്കൂ എന്നൊക്കെയായിരുന്നു പറഞ്ഞു ഒരുപാട് ആളുകൾ വന്നു. മരണഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. തെറ്റായ കാര്യമാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്. ഞാൻ ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടിയാണ്. കന്യാസ്ത്രീയെ ആക്രമിച്ച കേസിലും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അന്ന് കുറേ ടീമുകൾ വന്ന് തെറി അഭിഷേകമായിരുന്നു. മെസ്സേജിലാണ് തെറി വിളിക്കുന്നത്. കമന്റിൽ ആരും തെറി വിളിക്കില്ല. കാരണം എൻ്റെ ഫോളോവേഴ്സിൽ കൂടുതൽ പേരും വിവരമുള്ളവരാണ്. കമന്റിൽ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചു മറുപടി കൊടുക്കേണ്ടി വരില്ല. ഫോളോവേഴ്സ് തന്നെ പണി കൊടുത്തോളൂ. വിജയ് ബാബുവിന്റെ വിഷയത്തിലും പ്രതികരിച്ചിരുന്നു. സിനിമയിലേക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ആൾക്കാർ വരുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആവുമ്പോൾ പരാതി പറയുന്ന സംഭവങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ പ്രതികരിച്ചതെന്നും അരുൺ പറഞ്ഞിരുന്നു. എന്തായാലും നടിയെ ആക്രമിച്ച കേസ് ദിലീപിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ അതിജീവതയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടിക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെ പറയാം. കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നു. സുപ്രീം കോടതി വരെ കേസിന് അവസാനം ഇടുക എന്ന് പറഞ്ഞിട്ട് ഓരോ ഡേറ്റുകൾ വരുന്നുണ്ട്. പക്ഷെ അതുപോലും ആ ഒരു സമയം പോലും കഴിഞ്ഞിട്ടും കേസിന് ഇതുവരെ ഒരു അവസാനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതൊക്കെ ഒരു പണത്തിന്റെ പിടിപാട് തന്നെയാണോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ആൾക്കാർക്കിടയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഉയരുന്നത് തന്നെ. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.